UAPA ചുമത്തിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NIA ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നു. NIA സ്ഥലത്തെത്തി, IBയുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസൂത്രിതമായി നടന്ന ഒരു ആക്രമണമാണ് ഇന്നലെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഭീകരാക്രമണമാകാനുള്ള സാധ്യതയൊന്നും അവർ ഇന്നലെ തള്ളിക്കളയുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ UAPA കൂടി ചുമത്തിയ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ആ രീതിയിൽ തന്നെയാണോ NIA ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അന്വേഷണം നടത്തുന്നത്? അനീഷ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഭീകരാക്രമണം എന്നുള്ള കാര്യം ഇന്നലെ സർക്കാർ വൃത്തങ്ങളൊന്നും സൂചിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വലിയൊരു ആക്രമണത്തിന് പദ്ധതി ഇട്ടു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് NIA അടക്കമുള്ള ദേശീയ സംഘങ്ങൾ ഇവിടെ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ UAPA ചുമത്തിയിരിക്കുന്നത്. UAPA കേന്ദ്രീകരിച്ചുള്ള 2 വകുപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം, ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു സംഘം ഇതിന് പിന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആസൂത്രിതമായിട്ട് ഒരു സ്ഫോടനം നടത്തുകയായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം. ഈ വാഹനത്തിൽ I-20 വാഹനത്തിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ആരൊക്കെയാണ് എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ എവിടെയുള്ളവരാണ്, ഏത് സംസ്ഥാനത്ത് എത്തിയവരാണ്, അല്ലെങ്കിൽ അവർ രാജ്യത്തിന് പുറത്തുള്ളവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൂടുതലായിട്ട് പുരോഗമിക്കേണ്ടത്. എന്തായാലും ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇവർ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില സാഹചര്യ തെളിവുകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത്. പ്രത്യേകിച്ച് ഇവർ എവിടെ നിന്നാണ് ഇവർക്ക് ഈ സ്ഫോടന വസ്തുക്കൾ ലഭിച്ചത്, IED പൊട്ടിത്തെറിച്ചു എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അതിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിൽ എന്തായാലും പോലീസും അതോടൊപ്പം NIAയും അതോടൊപ്പം ഫോറൻസിക്കും ഇവിടെ നിന്ന് ലഭിച്ച ചില അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങളും വ്യക്തതയും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത് ഇന്ന് ഏകദേശം 7 മണിയോട് കൂടി ആ ഒരു വ്യക്തത ഉണ്ടാവും. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബൈറ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ വലിയ സുരക്ഷയിലാണ് ഡൽഹിയും പരിസരത്തോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ മെട്രോപൊളിറ്റൻ സിറ്റിയെല്ലാം തന്നെ അതീവ സുരക്ഷയിലാണ്. ഇന്നലെ തന്നെ ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും ഡൽഹി അടക്കമുള്ള രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലൊക്കെയും വിന്യസിച്ചിരുന്നു. പ്രത്യേകിച്ച് കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സിനെയാണ് ഈ മേഖലയിലൊക്കെ വിന്യസിച്ചിരിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് നടക്കിയ ഇന്നലെ 7 മണിയോട് കൂടി ഉണ്ടായിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും ഭീകരവാദ സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ അന്വേഷിക്കുന്നത്. അത് കൃത്യമായിട്ട് NIAയുടെ അതോടൊപ്പം തന്നെ മറ്റു ഏജൻസികളുടെ അന്വേഷണത്തിലൂടെ വ്യക്തമാകും. എന്തായാലും ഇന്നലെ വൈകിട്ട് തന്നെ NIA അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ എത്തുകയും ഇവിടെ നിന്നുള്ള സാഹചര്യ തെളിവുകളടക്കം അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ആക്രമണത്തിന് സംഘം പദ്ധതിയിട്ടു. പ്രത്യേകിച്ച് ഈ 3 മണിക്കൂറോളം എന്തിനാണ് ചെങ്കോട്ടയ്ക്കുള്ളിൽ ഈ വാഹനം പാർക്ക് ചെയ്തത്, അതിനുശേഷം വൈകിട്ട് ഈ 5 മണിയോട് കൂടി അല്ലെങ്കിൽ 7 മണിയോട് കൂടി ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നതിന് ശേഷം ഈ സിഗ്നലിലേക്ക് വാഹനം എത്തുന്നു. സിഗ്നൽ വീഴുന്ന സമയത്താണ് ഈ വാഹനം ഓൺ ദ സ്പോട്ട്, അതായത് സിഗ്നലിന് മുൻപിൽ എത്തുന്നത്. അപ്പോൾ തന്നെ ഈ വാഹനം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതായത് ഈ വാഹനം ഓപ്പോസിറ്റ് സൈഡിലെ മാർക്കറ്റിലേക്ക് ഓടിച്ചു കടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ള ചില നിഗമനങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് എന്തായാലും പോലീസ് അതിപ്പോൾ വ്യക്തത വരുത്തും. നമ്മളിപ്പോൾ ഈ കാണുന്ന കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഫോറൻസിക്കിന്റെ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇപ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്നത്. അവർ ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സാഹചര്യ തെളിവുകളൊക്കെ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ചില അവശിഷ്ടങ്ങളൊക്കെയും ശേഖരിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ ചില അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ ഞെട്ടിച്ച അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തെ ഭീതിയിലാഴ്ത്തിയ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളടക്കം ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് മോട്ടീവിന്റെ പേരിലാണ് ഇത്തരം വലിയൊരു സ്ഫോടനം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം, മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പ്ലാൻ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ വെള്ള തുണി കൊണ്ട് മറച്ചിരിക്കുന്ന ആ സ്ഥലത്തിന് തൊട്ടപ്പുറത്താണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. ഇവിടെ നിന്ന് ഏകദേശം 50 മീറ്ററിന് അകലെയാണ് വലിയൊരു സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ വലിയ ഒരു സ്ഫോടനം ഈ ചെങ്കോട്ടയ്ക്ക് മുൻപിൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതോടൊപ്പം തന്നെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ഈ സ്ഥലത്ത് വലിയ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ, സാഹചര്യ തെളിവുകളിലേക്ക് അടിസ്ഥാനത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന്മേലാണ് ഇത്തരത്തിൽ വലിയ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നുള്ള പ്രധാനപ്പെട്ട ചില അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇതിന്റെ അതായത് ഈ സ്ഫോടനം ഉണ്ടായതിന് ഏകദേശം 50 മീറ്റർ മുൻപിലേക്ക്
സാധിക്കുമെന്ന് ഇവിടെയുള്ള ചില തെളിവുകൾ, അതായത് ഇവർ ഈ CCTV ദൃശ്യങ്ങളടക്കം നോക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ സിഗ്നലിനകത്ത് CCTV ഉണ്ട്. 3 ഭാഗങ്ങളിലേക്കും തിരിയുന്ന CCTV ലൈറ്റ് അല്ലെങ്കിൽ CCTV ക്യാമറകളുണ്ട്. ഈ CCTV ക്യാമറകളിൽ ഈ വാഹനം വരുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പതിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖലയാണ് ഈ ചെങ്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെങ്കോട്ട പരിസരത്ത് വലിയൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തെ നടുക്കിയ ഒരു സ്ഫോടനം തന്നെ ഇന്നലെ ഡൽഹിയിൽ ഉണ്ടായപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരണം. ഇതിന് പിന്നിൽ എന്താണ്, ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അതായത് ഇതിനകത്ത് ബന്ധപ്പെട്ട് നിന്നത് എന്നുള്ളതിലേക്ക് എന്തായാലും എത്തേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സ്ഥലത്ത് നമ്മൾ കാണുമ്പോൾ ഏറെ ഭയാനകമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കത് ദൃശ്യവൽക്കരിക്കാൻ സാധിക്കാത്ത തരത്തിൽ ചില മൃതദേഹ അവശിഷ്ടങ്ങൾ വരെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ 8 പേരുടെ ജീവനാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 3 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ്. എന്തായാലും അവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഏതു സ്ഥലത്ത് നിന്ന് എത്തിയവരാണ്, ഇവർ എപ്പോഴാണ് ഈ പരിസരത്തേക്ക് എത്തിയത്, വാഹനം 3 മണിക്കൂർ മുമ്പ് ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് മുൻപ് അവർ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അവർ എവിടേക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.